ഹായ് ഓൾ, വെൽക്കം ടു ടെക് PSC. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രിക്കലിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത് 075/2023 ആണ്. സോ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ് ഓൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് എന്നാണ്. അപ്പൊ നമുക്ക് ബേസിക് ഇക്വേഷൻ, റെസിസ്റ്റൻസിന്റെ ബേസിക് ഇക്വേഷൻ നമുക്കറിയാം. റെസിസ്റ്റൻസ് R is equal to rho L by A ആണ്. വേർ R എന്ന് പറയുന്ന റെസിസ്റ്റൻസ്, റോ റെസിസ്റ്റിവിറ്റി, L എന്ന് പറയുന്ന മെറ്റീരിയലിന്റെ ലെങ്തും A എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുമാണ്. സോ ഒരു മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെങ്തിനെയും ഏരിയനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഡയമെൻഷൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പാരാമീറ്റർ ആണ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിന്റെ SI യൂണിറ്റ് ഓം ആണ്. അതേസമയം റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. റെസിസ്റ്റിവിറ്റി നേച്ചർ ഓഫ് മെറ്റീരിയലിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. സോ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഈസ് അതർവൈസ് കോൾഡ് ആസ് റെസിസ്റ്റിവിറ്റി. ഈ റോ തന്നെയാണ് സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ്. നമ്മുടെ ആൻസർ വരുന്നത് ആരാണ്? കണ്ടക്ടർ മെറ്റീരിയൽ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ ബി കണ്ടക്ടർ മെറ്റീരിയൽ ആണ് ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, when 5 resistors each of 14 ohm are connected in parallel, the net resistance is which of the following options? അപ്പൊ നമുക്ക് ഇവിടെ രണ്ട് ടൈപ്സ് ഓഫ് റെസിസ്റ്റൻസിന്റെ കണക്ഷൻ പഠിക്കാനുണ്ട്. റെസിസ്റ്റൻസിന്റെ സീരീസ് കണക്ഷനും സീരീസ് കണക്ഷൻ ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എൻഡ് ടു എൻഡ് ആയിട്ട് നമ്മൾ റെസിസ്റ്റൻസിനെ കണക്ട് ചെയ്താൽ അത് സീരീസ് റെസിസ്റ്റൻസ് ആണ്. ഇനി സീരീസ് റെസിസ്റ്റൻസിൽ നമ്മൾ ഇക്വലന്റ് റെസിസ്റ്റൻസ്, ഇപ്പം 3 3 ഓം റെസിസ്റ്റൻസ് ആണെങ്കിൽ നമുക്ക് ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ n ഇൻറ്റു റെസിസ്റ്റൻസ് ചെയ്താൽ മതി. അതായത് 3 + 3 + 3. സോ 3 ഇൻറ്റു 3 എന്ന് എഴുതാം. ദാറ്റ് ഇസ് 9 ഓം ആണ്. അതായത് R1 R2 R3 ആണെങ്കിൽ സീരീസിലാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് കാണാൻ ഓരോ റെസിസ്റ്റൻസും തമ്മിൽ ആഡ് ചെയ്താൽ മതി. R1 + R2 + R3. അതാണ് സീരീസ് കണക്ഷനിൽ വരുന്നത്. ഇനി പാരലൽ കണക്ഷൻ ആണെങ്കിൽ റെസിസ്റ്റൻസ് എൻ ടു എൻ കണക്ഷൻ അല്ല, റെസിസ്റ്റൻസ് പാരലലി ആയിരിക്കും കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ആ സമയത്ത് നമ്മുടെ ഈക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R equivalent, അതായത് 1/R equivalent is equal to 1/R1 + 1/R2 + 1/R3 എന്ന് എഴുതാം. 3 റെസിസ്റ്റൻസ് പാരലി കണക്ട് ചെയ്യുമ്പോൾ. ഇനി ഇവിടെ 5 റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിരിക്കുന്നത് പാരലി ആണ്, ഈക്വൽ റെസിസ്റ്റേഴ്സ് ആണ്. 5 റെസിസ്റ്റൻസിന്റെ വാല്യൂസും ഈക്വൽ ആണെങ്കിൽ നമ്മൾ R equivalent പാരലൽ കണ്ടുപിടിക്കാനായിട്ട് റെസിസ്റ്റൻസ് ബൈ n ചെയ്താൽ മതി. അതായത് ഒരു റെസിസ്റ്റൻസിന്റെ വാല്യൂ എത്രയാണോ അത് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് റെസിസ്റ്റൻസ്. അതുപോലെ എത്ര റെസിസ്റ്റൻസ് ആണ് കണക്ട് ചെയ്ത് അത് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇക്വലന്റ് റെസിസ്റ്റൻസിന്റെ വാല്യൂ കിട്ടും. സോ R equivalent ഈ ഒരു കേസിൽ പാരലൽ കണക്ഷൻ ആണ്. പാരലൽ കണക്ഷൻ ആയതുകൊണ്ട് ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R/n എന്ന് നമുക്ക് എഴുതാം. ഇവിടെ Rന്റെ വാല്യൂ, റെസിസ്റ്റൻസ് വാല്യൂ 14 ആണ്, ഡിവൈഡഡ് ബൈ അതുപോലെ 14 ഓമിന്റെ എത്ര റെസിസ്റ്റേഴ്സ് ആണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്? 5 റെസിസ്റ്റേഴ്സ് ആണ് പാരലി കണക്ട് ചെയ്തിട്ടുള്ളത്. സോ ദ ആൻസർ ഇസ് 14/5 ohms എന്ന് നമുക്ക് പറയാം. സോ അതാണ് ആൻസർ. 14/5 എന്ന് പറയുന്നത് 2.8 ഓം ആണ്. അപ്പൊ രണ്ട് ഫോർമുല മാത്രം നമ്മൾ ഓർത്ത് വെക്കുക. സീരീസ് കണക്ഷൻ ആണെങ്കിൽ ഈക്വൽ റെസിസ്റ്റേഴ്സ് ആണ് കണക്ട് ചെയ്തതെങ്കിൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? നമ്പർ ഓഫ് റെസിസ്റ്റൻസ് ഇൻറ്റു റെസിസ്റ്റൻസ് വാല്യൂ ആണ്. അതേസമയം ഈക്വൽ റെസിസ്റ്റൻസ് പാരലി ആണ് കണക്ട് ചെയ്തതെങ്കിൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് വാല്യൂ ഡിവൈഡഡ് ബൈ എത്ര റെസിസ്റ്റൻസ് ആണോ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, given 3 equal resistance, how many combinations of these 3 resistance can be made? അതായത് നമ്മുടെ കയ്യിൽ 3 റെസിസ്റ്റൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ എത്ര കോമ്പിനേഷൻസ് പോസിബിൾ ആണ്? റെസിസ്റ്റൻസ് നമുക്ക് 2 ടൈപ്പ് ഓഫ് കോമ്പിനേഷൻസേ പോസിബിൾ ഉള്ളൂ, സീരീസ് ആൻഡ് പാരലൽ. സോ ഇവിടെ 3 ഈക്വൽ റെസിസ്റ്റൻസ് ആണ്. സോ 3 റെസിസ്റ്റൻസിന് എനിക്ക് എങ്ങനെയൊക്കെ കണക്ട് ചെയ്യാം? ദ ഫസ്റ്റ് പോസിബിലിറ്റി എന്ന് പറയുന്നത് 3 റെസിസ്റ്റൻസും
സീരീസ് ആയിട്ട് എനിക്ക് കണക്ട് ചെയ്യാം. സോ അതാണ് ആദ്യത്തെ പോസിബിലിറ്റി. അടുത്ത പോസിബിലിറ്റി എന്താണ്? 3 റെസിസ്റ്റൻസും എനിക്ക് പാരലലി കണക്ട് ചെയ്യാം. 3 റെസിസ്റ്റൻസ് ഞാൻ പാരലലി കണക്ട് ചെയ്യുന്നു. അടുത്ത പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ 2 റെസിസ്റ്റൻസ് സീരീസും 3rd റെസിസ്റ്റൻസ് അതിന് അക്രോസ് പാരലലി കണക്ട് ചെയ്യുന്നു. 2 റെസിസ്റ്റൻസ് ഞാൻ സീരീസ് ആയിട്ടും 3ാമത്തെ റെസിസ്റ്റൻസ് പാരലൽ ആയിട്ടും കണക്ട് ചെയ്യാം. അല്ലാത്ത നെക്സ്റ്റ് പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ 2 റെസിസ്റ്റൻസ് പാരലലും അതൊരു സീരീസ് റെസിസ്റ്റൻസിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ടോട്ടൽ പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് 4 പോസിബിലിറ്റീസ് ഉണ്ടായിരിക്കും. ആൻസർ ഇസ് ഡിസ്റ്റിങ്ക്ട് 2 ടെർമിനൽ കോമ്പിനേഷൻസ് ആർ 4. ഓൾ സീരീസ്, ഓൾ പാരലൽ, 2 സീരീസും 1 പാരലലും വരാം, അതുപോലെ 2 പാരലലും 1 സീരീസും വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നോഡ് അനാലിസിസ് ഈസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് ആണ്. നമ്മൾ ബേസിക്കലി പഠിച്ചിട്ടുള്ള 2 അനാലിസിസ് ആണ് KCLും KVLും. KCL എന്ന് പറഞ്ഞാൽ കിർച്ചോഫ്സ് കറന്റ് ലോ ആണ്. KCL എന്ന് പറഞ്ഞാൽ കിർച്ചോഫ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 4, നോഡ് അനാലിസിസ് ഈസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് എന്നാണ്. അപ്പൊ നമുക്ക് ആദ്യം നോഡ് എന്താണെന്ന് നോക്കാം. നോഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 3 റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട് ഒരു ജംഗ്ഷനിൽ. ആൻഡ് ഇറ്റ് ഈസ് കണക്റ്റഡ്. ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സും ഇവിടെയും ഞാൻ വേറൊരു വോൾട്ടേജ് സോഴ്സും കണക്ട് ചെയ്തിട്ടുണ്ട്. 3 റെസിസ്റ്റൻസ് R1, R2, R3 ആണ്. 3 റെസിസ്റ്റൻസും കണക്ട് ചെയ്ത് ഈ കോമൺ പോയിന്റിനെയാണ് നമ്മൾ നോഡ് എന്ന് പറയുന്നത്. സോ ഇതിനെ ഞാൻ നോഡ് എ എന്ന് ഡിനോട്ട് ചെയ്യാം. സോ നോഡ് എ എന്ന് പറഞ്ഞാൽ 2ഓ അതിൽ കൂടുതലോ എലമെന്റ്സോ കണക്ട് ചെയ്തിട്ടുള്ള കോമൺ പോയിന്റിനെയാണ് നമ്മൾ നോഡ് എന്ന് പറയുന്നത്. സോ നോഡ് അനാലിസിസിൽ നമ്മൾ ചെയ്യുന്നത് എപ്പോഴും ആ നോഡിലേക്ക് എൻറ്റർ ചെയ്യുന്ന കറണ്ട് എത്രയാണോ ആ കറണ്ടിന്റെ സം ആയിരിക്കും ആ നോഡിൽ നിന്ന് ലീവ് ചെയ്യുന്ന കറണ്ടിന്റെ സം. അതാണ് നമ്മുടെ KCL, കിർച്ചോഫ്സ് കറന്റ് ലോ എന്ന് പറയാം. അതായത് ഈ നോഡിലേക്ക് സപ്പോസ് ഞാൻ ഡയറക്ഷൻ ഓഫ് കറണ്ട് I1 എൻറ്റർ ചെയ്യുന്നു ആൻഡ് ഇവിടെ വന്നിട്ട് 2ആയിട്ട് സ്പ്ലിറ്റ് ആകുന്നു. I2 എന്ന കറണ്ടും I3 എന്ന കറണ്ടായിട്ട് സ്പ്ലിറ്റ് ആകുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ നോഡില് KCL ആണ് അപ്ലൈ ചെയ്യുന്നത്. KCL എന്ന് പറഞ്ഞാൽ കിർച്ചോഫ്സ് കറന്റ് ലോ ആണ്. എത്രയാണോ കറണ്ട് എൻറ്റർ ചെയ്യുന്നത്, ഇവിടെ എൻറ്റർ ചെയ്യുന്ന കറണ്ട് ആരാണ്? I1. സോ I1 is equal to the sum of current leaving at that node. ആ നോഡിൽ നിന്ന് ലീവ് ചെയ്യുന്ന 2 കറണ്ട് ആരൊക്കെയാണ്? I2ഉം I3. സോ I1 is equal to എനിക്ക് എന്തെന്ന് എഴുതാൻ പറ്റും? I2 plus I3 എന്ന് ഈ നോഡിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. സോ നോഡ് അനാലിസിസ് ഇസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് KCL. അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. സോ നോഡ് അനാലിസിസ് KCL ആണ് ആൻസർ വരുന്നത്. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 5. ഇലക്ട്രിക് പവർ ഇതിൽ ഏതാണ്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. പവറിന്റെ ഇക്വേഷൻ ആണ്. അപ്പൊ നമുക്കറിയാം എന്താണ് ഇലക്ട്രിക് പവർ? ദ വർക്ക് ഡൺ ബൈ ടൈം ആണ് അല്ലെ. സോ ക്വസ്റ്റ്യൻ നമ്പർ 5 എന്ന് പറയുന്നത് ഇലക്ട്രിക് പവർ ഇസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ്. സോ നമുക്ക് ആദ്യം എന്താണ് ബേസിക്കലി പവറിന്റെ ഇക്വേഷൻ? പവർ ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ടൈം ആണ്, അല്ലെങ്കിൽ റേറ്റ് ഓഫ് വർക്ക് ഡൺ എന്ന് നമുക്ക് പറയാം. പവറിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ട് ആണ്. പവറിന് നമുക്ക് 3 ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. പവർ P ഇസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട് എന്ന് നമുക്ക് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഫോർമുല ഉണ്ട്. P ഇസ് ഈക്വൽ ടു I² R or P ഇസ് ഈക്വൽ ടു V² by R. ഈ 3 ഫോർമുലാസ് ആണ് പവറിനുള്ളത്. ഇതെങ്ങനെ 3 ഫോർമുലാസ് കിട്ടി? ബേസിക്കലി ഒരു ഇക്വേഷൻ പഠിക്കുക. പവർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ്. നമുക്ക് ഓംസ് ലോ അനുസരിച്ച് V ഇസ് ഈക്വൽ ടു IR എന്ന് എഴുതാം. സോ പവർ എന്ന് പറയുന്നത് ഓൾറെഡി വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ്. വോൾട്ടേജിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, I ഇൻറ്റു R എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇൻറ്റു കറണ്ട് വരുന്നുണ്ട്. സോ ദ എക്സ്പ്രഷൻ ഇസ് I² R എന്ന എക്സ്പ്രഷൻ കിട്ടും. അതായത് വോൾട്ടേജിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് I² R കിട്ടി. ഓർ P ഇസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട് എന്നറിയാം. ഇനി അടുത്ത കറണ്ടിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. V ഇസ് ഈക്വൽ ടു IR ആണ്. ഇവിടെ നിന്ന് കറണ്ട് എനിക്ക് വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് എന്ന് എഴുതാം. സോ വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്. സോ P ഇസ് ഈക്വൽ ടു V² by R എന്ന് പറയാം. സോ ഈ 3 ഇക്വേഷൻസ് ഓഫ് പവർ പഠിച്ചിരിക്കണം. സോ ഇലക്ട്രിക് പവർ ഇസ് ഓപ്ഷൻ 1 ഇസ് വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. അത് നമ്മുടെ ബേസിക് ഇക്വേഷൻ ആണ്. സോ ഓപ്ഷൻ 1 കറക്റ്റ് ആണ്.
സെക്കൻഡ് ഓപ്ഷൻ ഇസ് റേറ്റ് ഓഫ് എനർജി. അതായത് പവറിന്റെ ബേസിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ബൈ ടൈം ആണ്. വർക്ക് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ തന്നെയാണ്? വർക്ക് ഡൺ ബൈ ടൈം, ഓർ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് എനർജി ബൈ ടൈം. സോ റേറ്റ് ഓഫ് ഡൂയിങ് വർക്കും പവർ ആണ്, റേറ്റ് ഓഫ് ഡൂയിങ് എനർജിയും പവർ തന്നെയാണ്. അപ്പോൾ റേറ്റ് ഓഫ് എനർജി അല്ലെങ്കിൽ റേറ്റ് ഓഫ് വർക്ക് തന്നാലും അത് പവറിന്റെ ഇക്വേഷൻ ആണ്. സോ ഓപ്ഷൻ 2 കറക്റ്റ് ആണ്. നെക്സ്റ്റ് ഇസ് ഓപ്ഷൻ 3 ഇസ് റേറ്റ് ഓഫ് വർക്ക് ഡൺ. അത് കറക്റ്റ് ആണ്, ബിക്കോസ് വർക്ക് ഇസ് ഈക്വൽ ടു എനർജി. വർക്കിന്റെയും എനർജിയുടെയും SI യൂണിറ്റ് ജൂൾസ് ആണ്. കപ്പാസിറ്റി ടു ബിൽഡ് വോൾട്ടേജ്, അത് ഏതല്ല? നമുക്ക് പവർ അല്ല കപ്പാസിറ്റി ടു ബിൽഡ് വോൾട്ടേജ് വരുന്നത്. സോ ബേസിക്കലി ഓപ്ഷൻസിലെ ആൻസർ വരുന്നത് ഓപ്ഷൻ 1, 2, 3. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. Next one is question number 6. The RMS value of sinusoidal AC current is equal to its value at an angle of എന്നാണ് പറയുന്നത്. സോ RMS വാല്യൂവിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ആണ്. അപ്പൊ ഏതൊരു സൈനുസോയിഡൽ സിഗ്നൽ അല്ലെങ്കിൽ ഏതൊരു AC സിഗ്നലിന്റെ അനാലിസിസ് വരുന്ന സമയത്ത് നമുക്ക് RMS വാല്യൂ എടുക്കണം. സോ RMS വാല്യൂവിനെ ഞാൻ IRMS എന്ന് എഴുതുന്നു. RMS വാല്യൂവിന്റെ ബേസിക് ഇക്വേഷൻ എന്താണ്? RMS വാല്യൂ ഇസ് ഈക്വൽ ടു മാക്സിമം വാല്യൂ ഡിവൈഡഡ് ബൈ √2 എന്നാണ്. സോ ഇക്വേഷൻ പഠിക്കണം. RMS വാല്യൂ, ഏതൊരു വേവിന്റെ RMS വാല്യൂ അല്ലെങ്കിൽ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ എന്ന് പറയുന്നത് അതിന്റെ പീക്ക് വാല്യൂ. പീക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ വേവ് ഷേപ്പിന്റെ പീക്ക് പോയിന്റിൽ ഉള്ള കറസ്പോണ്ടിങ് വാല്യൂ ആണ് Imax എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ √2. ജനറലി നമുക്ക് ഒരു വേവ് ഫോമിന്റെ IRMS എന്ന് പറയുന്നത് ഇതൊരു സൈനുസോയിഡൽ വേവ് ആണ്. സോ IRMS നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? Im sin θ എന്ന് റെപ്രസെന്റ് ചെയ്യാം. IRMS is equal to Im sin θ. ഇവിടെ നമുക്ക് എന്താ അറിയാം? ജനറൽ ഇക്വേഷൻ IRMS is equal to Imax അല്ലെങ്കിൽ Imax sin θ ബൈ √2. ഈ രണ്ട് ഇക്വേഷൻസും ഈക്വൽ അല്ലേ? LHS ഈക്വൽ ആണ്. രണ്ടും IRMSന്റെ ഇക്വേഷൻ ആണ്. സോ ഇവിടെ Imax sin θ ഈസ് ഈക്വൽ ടു എന്ന് എഴുതാം Imax ബൈ √2 എന്ന് എഴുതാം അല്ലെ? ബിക്കോസ് രണ്ടും IRMSന്റെ ഇക്വേഷൻ ആണ്. സോ ഇവിടെ നിന്ന് എനിക്ക് ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് സൈൻ തീറ്റയുടെ വാല്യൂ എത്ര കിട്ടും? 1/√2. സൈൻ തീറ്റ 1/√2 ആകണമെങ്കിൽ തീറ്റയുടെ വാല്യൂ എത്രയായിരിക്കും? 45 degree. So the answer is option C, 45 degree. Next question is question number 7. If the internal resistance of a voltage source and current source are increased, what happens to their power output? ഇതൊരു important question ആണ്. അതായത് നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് സോഴ്സ് ഉണ്ട്, വോൾട്ടേജ് സോഴ്സും കറന്റ് സോഴ്സും. രണ്ടുപേർക്കും ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. സോ ആദ്യം നമ്മളൊരു വോൾട്ടേജ് സോഴ്സ് ആണ് എടുക്കുന്നതെങ്കിൽ, ഇഫ് യു ഹാവ് എ വോൾട്ടേജ് സോഴ്സ്, അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് എപ്പോഴും സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. അപ്പൊ വോൾട്ടേജ് സോഴ്സിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് എപ്പോഴും ഒരു സർക്യൂട്ടിലെ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇന്റേണൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ കൂടുമ്പോൾ അതിന്റെ പവർ ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നു? ആദ്യം നമുക്ക് വോൾട്ടേജ് സോഴ്സിന്റെ കേസ് നോക്കാം. അപ്പൊ വോൾട്ടേജ് സോഴ്സിലെ ഇന്റേണൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ കൂടുമ്പോൾ എന്ത് പറ്റും? ഇവിടുത്തെ റെസിസ്റ്റൻസ് വാല്യൂ കൂടുന്ന സമയത്ത് ഇതുവഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ത് ചെയ്യാം? റെസിസ്റ്റൻസ് കൂടുന്ന സമയത്ത് കറണ്ട് കുറയും. കറണ്ട് കുറഞ്ഞാൽ വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ പവർ? പവർ ഇസ് ഈക്വൽ ടു നമുക്ക് I²R എന്ന് പറയാം അല്ലെ? സോ ഇവിടെ നമ്മൾ കറണ്ട് കുറയാണ്. കറണ്ട് കുറയുന്ന സമയത്ത് പവർ എന്ത് ചെയ്യും? കുറയും. സോ വോൾട്ടേജ് സോഴ്സിന്റെ കേസിലാണെങ്കിൽ പവർ ഡിക്രീസസ്. സോ പവർ ഡിക്രീസ് ആണ് വരുന്നത്. സോ ഡിക്രീസ് ഫോർ വോൾട്ടേജ് സോഴ്സ് എന്ന് എഴുതാം. ഇനി നമുക്ക് അടുത്തത് കറന്റ് സോഴ്സിന്റെ കാര്യത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഒരു കറന്റ് സോഴ്സ് ആണ് വരുന്നതെങ്കിൽ കറന്റ് സോഴ്സിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് എപ്പോഴും പാരലലി ആണ് കണക്ട് ചെയ്തേക്കുന്നതെന്ന് ഓർക്കുക. കറന്റ് സോഴ്സിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് എപ്പോഴും പാരലൽ ആണ്. വോൾട്ടേജ് സോഴ്സിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ടാണ് കണക്ട് ആയിട്ടുള്ളത്. സോ കറന്റ് സോഴ്സിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് പാരലി കണക്ട് ചെയ്യുന്നു. ഇവിടുത്തെ റെസിസ്റ്റൻസ് കൂട്ടിയാൽ എന്ത് സംഭവിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടുത്തെ റെസിസ്റ്റൻസ് കൂടുന്ന സമയത്ത് ഇതുവഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട് കുറവായിരിക്കും. അതായത് ഇവിടെ നിന്ന് I എന്ന് പറയുന്ന കറണ്ട് വരുന്നു, കറന്റ് സോഴ്സിലേക്കും സ്പ്ലിറ്റ് ആകുന്നു I1, റെസിസ്റ്റൻസിലേക്ക് I2 ആയിട്ട് സ്പ്ലിറ്റ് ആകുന്നുണ്ട്. സോ നമുക്ക് ഇവിടുത്തെ റെസിസ്റ്റൻസ് വാല്യൂ കൂടുകയാണ് ചെയ്യുന്നത്. സോ I2 എന്ന് പറയുന്ന കറണ്ട് കുറയും.
I2 കുറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇതുവഴി ഈ പാത്തിൽ കൂടി പോകുന്ന കറണ്ട് കുറയുന്നുണ്ട്. അതിനർത്ഥം കറണ്ട് സോഴ്സിൽ കൂടി മൂവ് ചെയ്യുന്ന കറണ്ട് കൂടുന്നുണ്ട്. I1 എന്ന് പറയുന്ന കറണ്ട് ഇൻക്രീസിങ്. അതായത് I2ന്റെ എഫക്റ്റ് കുറയുന്നുണ്ട്, ഡൈവേർട്ട് ചെയ്ത് പോകുന്ന കറണ്ട് കുറയുന്നുണ്ട്. സോ I1 കറണ്ട് ഇസ് ഇൻക്രീസിങ്. സോ ദ പവറിന്റെ ഇക്വേഷൻ എന്താണ്? I സ്ക്വയർ R ആണ്. ഈ കേസിൽ കറണ്ട് ഇസ് ഇൻക്രീസിങ്, സോ പവർ ഔട്ട്പുട്ട് ഓൾസോ increases. So the answer is decrease for voltage source and increase for current source എന്ന് നമുക്ക് പറയാം. അതാണ് ഓപ്ഷൻ ഡി ആയിട്ട് വരുന്നത്. Okay, next one is question number 8. Question number 8, peak factor of a sinusoidal wave is dash. അപ്പോൾ പീക്ക് ഫാക്ടറിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ പഠിക്കേണ്ടത്. പീക്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ഡിവൈഡഡ് ബൈ RMS വാല്യൂ. ഇക്വേഷൻ ഓർത്തിരിക്കുക. അതെങ്ങനെയാ റൂട്ട് വന്നത്? മാക്സിമം വാല്യൂനെ എനിക്ക് I max എന്നിടാം, ഡിവൈഡഡ് ബൈ RMS വാല്യൂ. IRMSന്റെ ഇക്വേഷൻ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചായിരുന്നു. IRMS is equal to I max by root 2. തൊട്ട് മുന്നേ പഠിച്ച ഇക്വേഷൻ ആണ്. സോ മാക്സിമം വാല്യൂ ഇസ് I max ഡിവൈഡ് ബൈ RMS വാല്യൂന്റെ ഇക്വേഷൻ എന്താണ്? I max ഡിവൈഡഡ് ബൈ റൂട്ട് 2 എന്ന് എഴുതാം. സോ ഇത് ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് റൂട്ട് 2 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സോ പീക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ 1.414. Question number 9. For maximum power transfer from a battery of internal resistance R, the load resistance R should be which of the following options എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് നമ്മളെ മാക്സിമം പവർ ട്രാൻസ്ഫർ നെറ്റ്വർക്ക് തിയറത്തിൽ നമ്മൾ ഒരുപാട് തിയറംസ് പഠിച്ചിട്ടുണ്ട്. അതിൽ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം പറയുന്നത് എന്താണ്? നമുക്ക് മാക്സിമം പവർ ഡെലിവർ ആവുന്നത് എപ്പോഴായിരിക്കും? ഇന്റേണൽ റെസിസ്റ്റൻസും ലോഡ് റെസിസ്റ്റൻസും ഈക്വൽ ആകുന്ന കണ്ടീഷനിലാണ്. നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ബാറ്ററി EMF. ഇനിഷ്യലി ബാറ്ററിക്ക് ഒരു EMF ഉണ്ടായിരിക്കും. EMF ഓഫ് ദ ബാറ്ററി ഈസ് 10 വോൾട്ട് എന്ന് എടുത്തു. അപ്പം നമുക്ക് ഒരുപാട് കേസസ് ഉണ്ട്. ഇപ്പം ഞാൻ ആദ്യം ക്യാപിറ്റൽ R ഞാൻ 10 ഓം ആയിട്ട് കൊടുത്തു, സ്മോൾ r 5 ഓം ആയിട്ട് കൊടുത്തു. ആ സമയത്ത് ഉള്ള കറണ്ടിന്റെ വാല്യൂ എത്രയാണെന്ന് നോക്കാം. സോ കറണ്ട് എന്ന് പറയുന്നത് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. വോൾട്ടേജ് എന്ന് പറയുന്നത് 10 ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്, ബാറ്ററിയുടെ ഇന്റേണൽ റെസിസ്റ്റൻസും കണക്ട് ചെയ്ത റെസിസ്റ്റൻസും ആഡ് ചെയ്യണം. സോ ഇറ്റ് വിൽ ബി 10/15. നമുക്കൊരു 2/3 ആംപിയേഴ്സ് കിട്ടും. അപ്പൊ അവിടെ നിന്ന് നമുക്ക് പവർ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ വാട്ട് ഇസ് ദ ഇക്വേഷൻ ഫോർ പവർ? പവർ ക്യാൻ ബി റിട്ടൺ ആസ് I സ്ക്വയർ ഇൻറ്റു R, which is 4/9 into 10 എന്ന് നമുക്ക് എഴുതാം, which is 40/9 watts. 40/9 watt എന്ന് വരും. ഇത് ഈ കേസ് എന്ന് പറയുന്നത് ഏതാണ്? R is greater than R. അടുത്ത കേസിൽ നമുക്ക് ഈ സെയിം EMF 10 വോൾട്ട് കൊടുത്തു, R ലെസ് ദാൻ R നോക്കാം. അതായത് ക്യാപിറ്റൽ R എന്ന് പറയുന്നത് ഇൻസ്റ്റെഡ് ഓഫ് 10 ഓമിന് പകരം ഇവിടെ നമ്മൾ I സ്ക്വയർ R ആണ്, വേറെ R എന്ന് പറയുന്നത് ടോട്ടൽ കണക്ട് ചെയ്ത റെസിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത്. ഇവിടെ ക്യാപിറ്റൽ R എന്ന് പറയുന്നത് നമുക്ക് 5 ഓം ആയിട്ട് കൊടുക്കാം, സ്മോൾ r എന്ന് പറയുന്നത് 10 ഓം ആയിട്ട് കൊടുത്തു. സോ ഇത് ഏത് കേസാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്? വേർ R is less than R. So what is the equation for current? Current എന്ന് പറയുന്നത് വോൾട്ടേജ് ഡിവൈഡ് ബൈ 10/15, 2/3 ആംപിയർ തന്നെ വരും. പവർ ചെയ്യുന്ന സമയത്ത് I സ്ക്വയർ R ആണ്, ദാറ്റ് ഇസ് 4/9. I സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2/3ന്റെ സ്ക്വയർ, 4/9 ഇൻറ്റു റെസിസ്റ്റൻസ്, നമ്മൾ കണക്ട് ചെയ്യുന്ന എക്സ്റ്റേണലി കണക്ട് ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ്, ദാറ്റ് ഇസ് 5. സോ ദ ആൻസർ ഇസ് 20/9 വാട്ട് എന്ന് കിട്ടും. സോ 40/9 എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 4 പോയിന്റ് സംതിങ് നമുക്ക് വരും. ഇവിടെ 4 പോയിന്റ് ആയിരിക്കും വരുന്നത്. ഇവിടെ 20/9 എന്ന് പറയുന്നത് 2 പോയിന്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് R is equal to Rലും കൂടി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ബാറ്ററി വോൾട്ടേജ് 10 വോൾട്ട് തന്നെയാണ്. എക്സ്റ്റേണലി കണക്ട് ചെയ്ത റെസിസ്റ്റൻസ് 5 ഓം, ബാറ്ററിയുടെ ഇന്റേണൽ റെസിസ്റ്റൻസും 5 ഓം ആയിട്ട് തന്നെ ഞാൻ കണക്ട് ചെയ്യാണ്. സോ ആ സമയത്ത് എൻ്റെ കറണ്ട് എന്ന് പറയുന്നത് ടോട്ടൽ വോൾട്ടേജ് ദാറ്റ് ഇസ് 10 ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് 5 പ്ലസ് 5 എന്ന് വരും, ദാറ്റ് ഇസ് 10. സോ ഇറ്റ് ഇസ് 1 ആംപിയർ. ആ സമയത്ത് നമുക്ക് പവറിന്റെ ഇക്വേഷൻ നോക്കാം. പവർ എന്ന് പറയുന്നത് I സ്ക്വയർ ഇൻറ്റു എക്സ്റ്റേണലി കണക്ട് ചെയ്ത റെസിസ്റ്റൻസ് ആണ്.
ഐ സ്ക്വയർ എത്ര വരും? 1 സ്ക്വയർ ഇൻറ്റു എക്സ്റ്റേണലി കണക്ട് ചെയ്ത റെസിസ്റ്റൻസ് 5 വാട്ട് എന്ന് വരും. അപ്പൊ നമുക്ക് ഈ 3 സിറ്റുവേഷൻ അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി എപ്പോഴാണ് നമുക്ക് മാക്സിമം പവർ ഡെലിവേർഡ് ആവുന്നത്? when internal resistance of the battery is equal to the resistance that is connected externally. So the answer is option D, R is equal to R. In a 3-phase system, voltage between 2 phases. ഇപ്പോൾ ഒരു 3-phase സിസ്റ്റത്തില് നമുക്ക് 3 phases ആണുള്ളത്. R, Y, B phase or A, B, C phase എന്ന് ഞാൻ നെയിം ചെയ്യാം. അതെല്ലാം കോമൺ ആയിട്ട് കണക്ട് ചെയ്ത പോയിന്റിനെയാണ് നമ്മൾ ന്യൂട്രൽ പോയിന്റ് എന്ന് പറയുന്നത്. ഞാൻ 3 എക്സ്റ്റേണലി ഒരു വോൾട്ടേജ്, അവർക്കൊരു വോൾട്ടേജ് ഉണ്ടായിരിക്കും. ആൻഡ് ഇവിടെ നമുക്ക് ഫേസ് എയിൽ കൂടിയുള്ള കറണ്ട്, അതായത് വോൾട്ടേജ് ബിറ്റ്വീൻ 2 ഫേസസ് ആണ് ചോദിച്ചത്. അതായത് 2 ഫേസസ് തമ്മിലുള്ള വോൾട്ടേജിനെയാണ് നമ്മൾ ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത്. സോ ഇതിനെയാണ് നമ്മൾ ലൈൻ വോൾട്ടേജ്. 2 ഫേസസ്, ഇതിൽ ഫസ്റ്റ് ഫേസ് എ ആണ്, ഇത് സെക്കൻഡ് ഫേസ് ബി ആണ്. ഈ 2 ഫേസുകൾ തമ്മിലുള്ള വോൾട്ടേജ് ആണ് ലൈൻ വോൾട്ടേജ്. അപ്പൊ ലൈൻ വോൾട്ടേജിന് എക്സാമ്പിൾ വി എ ബി ലൈൻ വോൾട്ടേജ് ആണ്, വി ബി സി ലൈൻ വോൾട്ടേജ് ആണ്, അതുപോലെ വി എ സിയും ലൈൻ വോൾട്ടേജ് ആണ്. അതായത് 2 ലൈൻസുകൾ തമ്മിലുള്ള, 2 ഫേസസ് തമ്മിലുള്ള വോൾട്ടേജ് ആണ്. അതേസമയം ഫേസ് വോൾട്ടേജ് എന്താന്ന് ചോദിച്ചാൽ ഈ ഫേസിന് അക്രോസ് ആയിട്ട് ഉള്ള വോൾട്ടേജിനെയാണ് ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ഫേസ് വോൾട്ടേജ് നമ്മൾ എപ്പോഴും ന്യൂട്രൽ പോയിന്റും ഫേസും തമ്മിലുള്ളതാണ് നമ്മൾ ഫേസ് വോൾട്ടേജ് ആയിട്ട് അസ്യൂം ചെയ്യുന്നത്. അതായത് ഫേസ് വോൾട്ടേജ് വരുന്ന സമയത്ത് നമുക്ക് ഇതാണ് 3 ഫേസ് വരുന്നത്. ഫേസ് എ, ബി, സി ആൻഡ് ദിസ് ഇസ് എ ന്യൂട്രൽ പോയിന്റ്. ന്യൂട്രൽ പോയിന്റ് ഞാനിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത് വി എ എൻ. അടുത്തത് ചെയ്യേണ്ടത് വി ബി എൻ ആണ്. ഫേസും ന്യൂട്രലും തമ്മിലുള്ള വോൾട്ടേജിനെയാണ് നമ്മൾ ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അടുത്തത് വി സി എൻ. അപ്പൊ അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോ 3-phase സിസ്റ്റം 2 ഫേസസ് തമ്മിലുള്ള വോൾട്ടേജിനെ നമ്മൾ ലൈൻ വോൾട്ടേജ് എന്നാണ് പറയുന്നത്. Okay, next is in a 3-phase system, voltage from phase to neutral. നമ്മൾ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്താണ്. ഫേസും ന്യൂട്രലും തമ്മിലുള്ള വോൾട്ടേജിനെ നമ്മൾ പറയുന്നത് എന്താണ്? We call it as phase voltage. ഇനി for the same line current and line voltage, power taken by a delta connected load is which of the following options? ലൈൻ കറണ്ടും ലൈൻ വോൾട്ടേജും സെയിം ആണെങ്കിൽ ഡെൽറ്റ കണക്റ്റഡ് ലോഡിലെ പവർ എത്രയായിരിക്കും? സ്റ്റാറിന്റെയും ഡെൽറ്റയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് 3-phase സിസ്റ്റം 2 രീതിയിൽ കണക്ട് ചെയ്യാം. ഫോർ ദ സെയിം ലൈൻ കറണ്ട് ആൻഡ് ലൈൻ വോൾട്ടേജ്, പവർ ടേക്കൺ ബൈ എ ഡെൽറ്റ കണക്റ്റഡ് ലോഡ് ഇസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് എന്നാണ്. സോ നമുക്ക് ബേസിക്കലി ഒരു സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റം ആൻഡ് ഡെൽറ്റ കണക്റ്റഡ് സിസ്റ്റം ഉണ്ട്. അതിൽ സ്റ്റാർ സിസ്റ്റത്തിൽ നമ്മുടെ ബേസിക് ഇക്വേഷൻ, അതായത് സ്റ്റാർ കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ 3 ഫേസസും ഒരു കോമൺ ന്യൂട്രൽ പോയിന്റിലേക്കായിരിക്കും നമ്മൾ കണക്ട് ചെയ്യുന്നത്. സോ ദിസ് ഇസ് എ, ബി, സി ആൻഡ് ദിസ് ഇസ് എ ന്യൂട്രൽ പോയിന്റ്. അപ്പൊ സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റത്തിലേക്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ഇക്വേഷൻ എന്താണ്? ഐ ലൈൻ കറണ്ട് ഇസ് ഈക്വൽ ടു എന്നു പറയാം ഈ ഫേസിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട്. അതായത് ഇവിടെ നമുക്ക് എക്സ്റ്റേണലി ഫ്ലോ ചെയ്യുന്ന കറണ്ട്, ഓരോ ലൈനിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ് ലൈൻ കറണ്ട്. സ്റ്റാർ കണക്റ്റഡ് ആകുമ്പോൾ ആ സെയിം ലൈൻ കറണ്ട് തന്നെയാണ് ഈ ഫേസിൽ കൂടിയും ഫ്ലോ ചെയ്യുന്നത്. സോ ഇൻ സ്റ്റാർ കണക്ഷൻ യു ക്യാൻ സേ ഐ ലൈൻ ഇസ് ഈക്വൽ ടു ഐ ഫേസ്. ആൻഡ് വോൾട്ടേജിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? വി ഫേസ് എന്ന് പറയുന്നത് VL/√3. അതുപോലെ ഡെൽറ്റ കണക്റ്റഡ് ആവുമ്പോൾ എന്ത് വരും? ഇൻ ഡെൽറ്റ കണക്റ്റഡ് സിസ്റ്റം നമുക്കറിയാം അവിടെ ലൈൻ കറണ്ട് അല്ല സെയിം ആവുന്നത്, അവിടെ ലൈൻ വോൾട്ടേജ് ഇസ് ഈക്വൽ ടു ഫേസ് വോൾട്ടേജ് എന്ന് എഴുതാം. ആൻഡ് ഫേസ് കറണ്ട് ഇസ് ഈക്വൽ ടു ലൈൻ കറണ്ട് /√3. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഇനി ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ പവർ ടേക്കൺ ബൈ എ ഡെൽറ്റ കണക്റ്റഡ് ലോഡ്?
അപ്പൊ നമുക്ക് പവറിന്റെ കേസ് സ്റ്റാർ ആയാലും ഡെൽറ്റ ആയാലും കമ്പയർ ചെയ്ത് നോക്കാം. പവറിന്റെ ഇക്വേഷൻ ജനറലി വാട്ട് ഈസ് ദ ഫോർമുല ടു ഫൈൻഡ് പവർ? ഒരു 3 phase സിസ്റ്റത്തിലെ പവറിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ 3 into V phase I phase cos phi. അതിപ്പോ സ്റ്റാർ കണക്റ്റഡ് ആയാലും ഡെൽറ്റ കണക്റ്റഡ് ആയാലും പവറിന്റെ ഇക്വേഷൻ മാറുന്നില്ല. V phase I phase cos phi ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഫേസിൽ കിട്ടും. സോ 3 phase ആയതുകൊണ്ടാണ് നമ്മുടെ ഇക്വേഷൻ 3 V phase I phase cos phi എന്ന് പറയുന്നത്. സോ ഡെൽറ്റ ആയാലും നമുക്ക് 3 V phase I phase cos phi. In terms of lines, for the same line current and line voltage എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഈ ഫേസ് എല്ലാം മാറ്റി ലൈനിന്റെ ടേംസിലാക്കാം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർ കണക്റ്റഡ് നോക്കുന്നു. സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റത്തിൽ 3 into V ഫേസും V ലൈനിന്റെ റിലേഷൻ എന്താണ്? V ഫേസ് എന്ന് പറയുന്നത് V ലൈൻ ബൈ √3 ആണ്. സ്റ്റാർ കണക്റ്റഡിലെ I ഫേസ് ഇസ് ഈക്വൽ ടു IL എന്ന് എനിക്ക് എഴുതാം. 3 എന്ന് പറയുന്നത് √3 into √3 ആണ്. സോ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതും, കട്ടായി പോവും. സോ ഫൈനൽ ആൻസർ ഇസ് √3 VL IL cos phi. അത് സ്റ്റാർ സിസ്റ്റത്തിലാണ് വരുന്നത്. ഡെൽറ്റ കണക്റ്റഡ് സിസ്റ്റത്തിൽ നമ്മുടെ പവറിന്റെ ഇക്വേഷൻ മാറ്റണം, എല്ലാം ലൈനിന്റെ ടേംസിലാക്കണം. സോ 3 into ഡെൽറ്റ കണക്റ്റഡ് സിസ്റ്റത്തിൽ ഫേസ് വോൾട്ടേജും ലൈൻ വോൾട്ടേജും സെയിം ആണ്. സോ V ഫേസ് എന്ന് പറയുന്നത് V ലൈൻ ആണ്. I ഫേസ് ക്യാൻ ബി റിട്ടൺ ആസ് IL by √3 cos phi. അവിടെ നമുക്ക് 3നെ √3 into √3 എന്ന് എഴുതാം, കട്ടായി പോവും. ഫൈനൽ ആൻസർ ഇസ് √3 VL IL cos phi. അങ്ങനെ തന്നെയാണ് വരുന്നത്. അതായത് രണ്ട് കേസ് സ്റ്റാർ ആയാലും ഡെൽറ്റ ആയാലും പവർ വിൽ ബി സെയിം. സോ ദ ആൻസർ ഇസ് ഈക്വൽ ടു സ്റ്റാർ കണക്റ്റഡ് ലോഡ് എന്ന് പറയാം. നെക്സ്റ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 14. In a 3-phase AC circuit, the sum of all 3 generated voltages dash. അപ്പം ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നമുക്ക് ആദ്യം ഒരു 3-phase സിസ്റ്റം നോക്കാം. 3-phase സിസ്റ്റത്തിൽ നമുക്ക് 3 വോൾട്ടേജസ് ഉണ്ടായിരിക്കും അല്ലെ. ഫസ്റ്റ് VR, VY and VB. നമുക്ക് 3 ഫേസ് വോൾട്ടേജസ് ഉണ്ട്. അപ്പൊ VRനെ ഞാൻ VM sin ഒമേഗ ടി എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഈ 3 ഫേസസും അല്ലെങ്കിൽ നമുക്ക് ഈ 3 ഫേസസും എങ്ങനെയാണ് 3 ഫേസ് സിസ്റ്റത്തിൽ എത്ര ആംഗിൾ ആണ് ഷിഫ്റ്റ് ആവുന്നത്? 120 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആണ് 3 ഫേസുകൾ തമ്മിലുള്ളത്. സോ നമ്മുടെ ഫോർമുലയിൽ വരുമ്പോൾ VR എന്ന് പറയുന്നത് VM sin ഒമേഗ ടി എന്ന് പറയും. അപ്പൊ VY എത്രയായിരിക്കും? VM sin ഒമേഗ ടി മൈനസ് 120. നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഇനി VB എന്ന് പറയുമ്പോഴോ VM sin ഒമേഗ ടി മൈനസ് 240 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, VR എന്ന് പറയുന്നത് VM sin ഒമേഗ ടി, VY എന്ന് പറഞ്ഞാൽ VM sin ഒമേഗ ടി മൈനസ് 120, VB is VM sin ഒമേഗ ടി മൈനസ് 240 എന്ന് പറയാം. ഇനി സം ഓഫ് ഓൾ 3 ജനറേറ്റഡ് വോൾട്ടേജ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് VR പ്ലസ് VY പ്ലസ് VB ആൻസർ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ ഒരു ഇൻസ്റ്റന്റിലുള്ള ആൻസർ നോക്കാം. അതായത് അറ്റ് ടൈം t is equal to 0. ടൈം 0 ആകുന്ന സമയത്ത് എന്റെ VRന്റെ ഇക്വേഷൻ എങ്ങനെ വരും? VR ക്യാൻ ബി റിട്ടൺ ആസ് VM sin ഒമേഗ ടി. അത് എത്രയായിട്ട് മാറും? sin 0. സോ വാട്ട് ഇസ് sin 0? sin 0യുടെ ആൻസർ 0 ആണ്. ഇനി ആ t is equal to 0 എന്ന സമയത്ത് തന്നെ നമ്മുടെ VRന്റെ ഇക്വേഷൻ എങ്ങനെയാ വന്നത്? VM sin 0. സോ ദ ആൻസർ ഇസ് 0 എന്ന് നമുക്ക് വന്നു. സോ ബേസിക് ഇക്വേഷൻ ഏതാണ്? VR ഇസ് VM sin ഒമേഗ ടി. VY എന്ന് പറയുന്നത് VM sin ഒമേഗ ടി മൈനസ് 120 ആൻഡ് VB എന്ന് പറയുന്നത് VM sin ഒമേഗ ടി മൈനസ് 240. ഇങ്ങനെ ചെയ്യാനുള്ള റീസൺ എന്താണ്? 3 ഫേസ് തമ്മിലും 120 ഡിഗ്രി ആണ് ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. സോ നമ്മളൊരു ഇൻസ്റ്റന്റേനിയസ് ടൈം എടുത്തു, അതായത് ടൈം t is equal to 0 ആയ സമയത്ത് VR എന്ന് പറയുന്നത് 0 ആയിട്ട് മാറി. Now what is VY? Y ഫേസിലുള്ള വോൾട്ടേജ് എത്ര വരും? VM sin
ഈ ഒമേഗ ടി എന്ന് പറയുന്ന ടേം ടിക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ അത് 0 ആയിട്ട് മാറി. സൈൻ -120 എന്ന് എഴുതാം. സോ അതിന്റെ ആൻസർ നമുക്ക് നോക്കാം. വി എം സൈൻ ഓഫ് നെഗറ്റീവ് ആംഗിൾ എടുക്കുന്ന സമയത്ത് നമുക്കൊരു നെഗറ്റീവ് സൈൻ 120 ആയിരിക്കും. ഓക്കെ, സോ വാട്ട് ഈസ് സൈൻ 120? സോ വി എം ഇൻറ്റു മൈനസ് സൈൻ 120നെ സൈൻ 180 മൈനസ് 60 എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. എന്ന് പറയുന്നത് സൈൻ 60 തന്നെയാണ്. സൈൻ 60 is √3/2. So the answer is minus √3/2 VM. അതാണ് നമ്മുടെ വി വൈയുടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വി ബി ആണ്. വോൾട്ടേജ് അക്രോസ് ബി ഫേസ്. അതിന്റെ ആൻസർ എന്തായിരുന്നു? നമ്മുടെ ഫോർമുല വി എം സൈൻ ഒമേഗ ടി മൈനസ് 240 ആയിരുന്നു. സോ ടി ഈസ് ഈക്വൽ ടു 0 കൊടുക്കുന്ന സമയത്ത് വി ബി എന്ന് പറയുന്നത് വി എം സൈൻ മൈനസ് 240 ഡിഗ്രി എന്ന് എഴുതാം. സോ സൈൻ ഓഫ് നെഗറ്റീവ് ആംഗിൾ എന്ന് പറയുന്നത് നെഗറ്റീവ് പുറത്തെടുത്തിട്ട് സൈൻ എടുത്താൽ മതി. സോ വി എം ഇൻറ്റു മൈനസ് സൈൻ 240. ഓക്കെ, വാട്ട് സൈൻ 240 എടുക്കുന്ന സമയത്ത് നമുക്ക് √3/2 വി എം എന്നായിരിക്കും കിട്ടുന്നത്, സൈൻ 240. ഇനി നമുക്ക് വി ആർ സം ഓഫ് ഓൾ വോൾട്ടേജ് ആണ് ചോദിച്ചത്. വി ആർ പ്ലസ് വി വൈ പ്ലസ് വി ബി ചെയ്യണം. സോ ഇറ്റ് ഇസ് 0 minus √3/2 VM plus √3/2 VM. So the answer is 0. So balanced system എപ്പോഴും sum of all the three generated voltage, answer is 0. Next is question number 15. So question number 15 is a deleted question.